ഞങ്ങൾക്ക് കുറച്ച് കഥ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തൊക്കെയാണ് നമുക്ക് ഈ ചെയ്ത പണിയൊക്കെ തീർത്തിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട് ഞാൻ എന്തായാലും എല്ലാം എടുത്ത് മടക്കി വേഗം ബാഗ് വെച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ എക്സൈറ്റ്മെന്റ് പറഞ്ഞറിയിക്കാൻ വരികയാണ്. ലൈഫിൽ ഇതൊന്നും നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ സാലറി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴൊന്നുമല്ല, നോമ്പ് 26 കേട്ടോ. എന്തായാലും വീഡിയോ എടുക്കണം അല്ലെ പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചതൊന്നുമല്ല. പിന്നെ വ്ളോഗൊക്കെ തുടങ്ങിയ കാരണം ഇട്ടു. ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞുതരാറില്ലേ, ആ കഥ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയപ്പം, അതായത് നഴ്സറി പോണ കാലത്ത് സ്ലേറ്റ് പെൻസിൽ കൊണ്ടെടുക്കുന്ന കാലത്ത് തന്നെ അമ്മച്ചിന്റെ നെറ്റിമിലെ പുള്ളി പത്രത്തിലെ ചിത്രങ്ങളൊക്കെ ഞാൻ വരയ്ക്കലുണ്ട്. ഞാൻ വലുതായപ്പം എവിടെ പോയി പെൻസിൽ വാങ്ങണം അല്ലെങ്കിൽ എവിടെ പോയി പഠിക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള അറിവുമാർ പറഞ്ഞുതരല്ലത്തേം കൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തി. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ നിന്ന് പിരാന്തായ സമയത്ത് കുറച്ച് കളറും പെൻസിലും ഒക്കെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കൊടുത്ത് അവൾക്ക് പറഞ്ഞു കൊടുത്ത് പിന്നെ ഞാനും കുറച്ച് വരക്കാൻ തുടങ്ങി. യൂട്യൂബ് നോക്കിയിട്ടൊക്കെ വരക്കാമല്ലോ, പിന്നെ എവിടെ നിന്നൊക്കെ സാധനം വാങ്ങണം എന്നുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ എനിക്ക് കുറേ പെന്നും പെൻസിലും ബുക്കും ബ്രഷും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി തന്നു. പിന്നെ ആർക്കും പകരാത്ത തരം പിരാന്തകളൊക്കെ എനിക്കുണ്ടായി. പിസത്തോടെ എടുത്തേക്ക്, അതുപോലെ തന്നെ പെൻസിൽ കൂർപ്പിച്ചെടുത്തേക്ക്, സ്കെൽട്ടൺ ലീവ്സ് ചിത്രം വരക്കുക, അങ്ങനെ കുപ്പിമേലൊക്കെ ചിത്രം വരക്കുക, അതുപോലെ ക്രാഫ്റ്റ് ചെയ്യുക. ഇങ്ങനെയും ഇത്രയും കലാകോരിയാണ് ഞാനിന്ന് മനസ്സിലാക്കി. എനിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്നും പറഞ്ഞ് എനിക്കൊരു പ്രോത്സാഹന സമ്മാനമായിട്ട് തന്നതാണ് ഈ ഫോൺ. ഈ ഫോൺ കിട്ടിയതിന് ശേഷം ഞാൻ ഒരുപാട് ഓർഡറുകളും എടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസും എടുത്തിട്ടുണ്ടായി. ഡിഗ്രിക്ക് ഒരു തവണ ഒപ്പിച്ചും 2 തവണ ആച്ചും ചേർത്ത് കഴിഞ്ഞതിന് ശേഷം എന്നെ കൊണ്ട് ഇതൊന്നും നടക്കില്ല, എനിക്ക് പറ്റണ പണിക്ക് പോയിക്കോന്ന് പറഞ്ഞൊരു ലാപ്ടോപ്പ് വാങ്ങി തന്നെ എന്നെ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ട്. ഞാൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളത് ഓമശ്ശേരി 360 കഴിഞ്ഞു. 3 മാസത്തെ ഡിസൈനിങ് ക്ലാസ് കഴിഞ്ഞു. എന്തായാലും അടിപൊളി ഫ്രണ്ട്സുകളെയും അതുപോലെ തന്നെ അടിപൊളി ക്ലാസ്സുകളും കിട്ടി, നല്ല ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റി. എൻ്റെ ബർത്ത്ഡേ വരെ സർപ്രൈസ് ആയിട്ട് ചെക്കന്മാർ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ക്ലാസ്സിന് ചേർന്ന മുതലുള്ള ഒരു പേടിയാണ് 2 ചെക്കന്മാരെ വെച്ചിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പകുതിക്ക് വെച്ച് നിർത്തിയാൽ പോയില്ലേ. ഈ ചെക്കനെ പഠിപ്പിക്കാനും ചെറിയ ചോട്ട രാത്രി ഉറങ്ങാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എന്താവും എന്നുള്ള പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ മാനേജ് ചെയ്ത് എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ എൻ്റെ ഈ 3 ചെക്കന്മാർ നല്ലോണം സപ്പോർട്ട് ചെയ്തു. 3 മാസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഡിസൈനിങ്ങിൻ്റെ എക്സാമും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം തന്നെ ഞാൻ കമ്പനിയിൽ വർക്കിന് കയറിയിട്ടുണ്ട്. കാരണം അതിനടുക്ക് തന്നെ ഞാൻ ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2 മന്ത് ആയിട്ടുണ്ട് ഞാൻ വർക്കിന് കയറിയിട്ട്. ഏറ്റവും ഇഷ്ടത്തോട് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ ഡിസൈനിങ് തന്നെയാണ്. ഇത് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ആദ്യത്തെ ശമ്പളം കൊടുക്കാൻ ഏറ്റവും അർഹതപ്പെട്ട കൈകൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ തന്നെയാണ്. കാരണം അത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ എന്തെങ്കിലും കുഞ്ഞ് സംഭവം ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ. എന്ത് സ്കില്ല് പഠിക്കാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും എനിക്ക് എല്ലാത്തിനും ബാക്ക് സപ്പോർട്ട് തന്നിട്ടുള്ളത് എൻ്റെ അച്ഛൻ. ജോബിന് കയറിയിട്ട് സാലറി കിട്ടുക, അത് എൻ്റെ പാരൻസിനും ഗ്രാൻഡ് പാരൻസിനും കൊടുക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു എന്താ പറയുക ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവമായിരുന്നു. അതൊക്കെ ഇപ്പം അൽഹംദുലില്ലാ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഇനി തോനെ ശമ്പളം കിട്ടട്ടെ എൻ്റെ കുട്ടിക്ക്.